ഹായ്. മലയാള സിനിമയിലെ അമ്മ വേഷങ്ങൾ ചെയ്യുന്ന നടി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലെത്തുന്ന ഒരു മുഖമാണ് കവിയൂർ പൊന്നമ്മയുടേത്. ഒരുപാട് നടന്മാർക്കൊപ്പം അമ്മ വേഷങ്ങളിൽ അവർ എനിക്ക് തോന്നുന്നു നായികയായിട്ട് ഒരു സിനിമയിൽ എന്തോ അഭിനയിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി എല്ലാ ചിത്രങ്ങളിലും അവർ അമ്മ വേഷങ്ങൾ തന്നെ ആയിരുന്നു. നസീറിൻ്റെ കാലം മുതലുള്ള സിനിമകളിൽ എന്ന് വെച്ചാൽ അവരെക്കാളും പ്രായം കുറഞ്ഞ വ്യക്തികൾക്കാണ് അവർ അമ്മ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ നസീറിൻ്റെ കാലം മുതലൊക്കെ അവർ അമ്മ വേഷം തന്നെയാണ്. മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലിൻ്റെ കൂടെ, സുരേഷ് ഗോപിയുടെ കൂടെ, ജയറാമിൻ്റെ കൂടെ, ദിലീപിൻ്റെ കൂടെ, എല്ലാവരുടെ കൂടെയും അവർ അമ്മ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് മോഹൻലാൽ കവിയൂർ പൊന്നമ്മ കോമ്പിനേഷൻ അമ്മ മകൻ നല്ല വർക്കൗട്ട് ആകുന്ന സിനിമകളും അല്ലെങ്കിൽ സീനുകളും ഒക്കെയാണ് മിക്ക സിനിമകളിൽ അവർ തമ്മിലുള്ളത്. അപ്പോൾ ഇത്ര വലിയ ആർട്ടിസ്റ്റ് ആയിരുന്ന ഒരു നടിയെ, ഒരു അമ്മ വേഷം ചെയ്യുന്ന ഒരു വ്യക്തിയെ വളരെ മോശമായിട്ടുള്ള തരത്തിലാണ് ഈ സിനിമ കേരള എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയ യൂട്യൂബ് ചാനലിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവരെ തംബ്ലൈന് കൊടുക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ അവരെ വിശേഷിപ്പിക്കുന്നതായിക്കോട്ടെ. എനിക്ക് ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുത്തിരിക്കുക ഇവിടെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വീഡിയോ ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. എനിക്കത് പറയുന്നത് തന്നെ വളരെ മോശമായിട്ട് ഉടുതുണി മാറുന്നത് പോലെ കാമുകന്മാരെ മാറ്റിക്കൊണ്ടിരുന്നു. ഭയങ്കര വൃത്തികെട്ട സ്വഭാവമായിരുന്നു അവർക്ക്. അങ്ങനത്തെ രീതിക്കുള്ളത്. അത് മരിച്ചു കഴിഞ്ഞു. ആ വ്യക്തികളെ ഇനിയും എന്തിനാണ് പറയുന്നത്? ഇതൊക്കെയും ഇവർ പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചാൽ അത് പറയാനായിട്ട് ആരുമില്ല. എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് അത് പത്രപ്രവർത്തകരോട്, മാധ്യമപ്രവർത്തകരോട് ഇവർ കവിയൂർ പൊന്നമ്മ തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും എഴുതരുതെന്ന് പറഞ്ഞു. ഒരാളുടെ സ്വന്തം ജീവിതം, അല്ലെങ്കിൽ ഒരാളോട് പ്രണയം തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളുടെ കൂടെ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളുടെ കൂടെയാണ്, എനിക്ക് ഇയാളോട് പ്രണയമുണ്ടെന്ന് അങ്ങനത്തെ തരത്തിലേക്ക് ആരെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കുമോ? എനിക്കിത് പറഞ്ഞപ്പോൾ അത് വെറുതെ പറയുന്നതാണോ, അല്ലെങ്കിൽ ഒരാളെ മോശപ്പെടുത്താൻ പറയുന്നതാണോ, അല്ലെങ്കിൽ സത്യം ഉണ്ടായിക്കോട്ടെ, അതൊക്കെ ഇപ്പോൾ വന്നിരുന്ന് എന്തിനാണ് ഇങ്ങനെ വന്നിരുന്ന ഒരു മോശപ്പെടുത്തുന്ന തരത്തിലേക്ക് വന്നിരുന്ന് പറയുന്നത്? അവർക്ക് ആദ്യം ഒരു പ്രണയം ഉണ്ടായിരുന്നു, ശങ്കരാടിയായിട്ട് പ്രണയം ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ഒരു മണിസ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കെട്ടി, പ്രൊഡ്യൂസറാണ് അയാൾ. അപ്പോൾ അയാളുമായിട്ടുള്ള ദാമ്പത്യം ഒത്തുപോയില്ല. എന്നിട്ട് കവിയൂർ പൊന്നമ്മ അയാളെ മണിസ്വാമി അടിച്ചിറക്കുകയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം എമ്മോ ദേവസ്യ എന്ന് പറയുന്ന മേക്കപ്പ് മാനായിട്ട് പ്രണയം ഉണ്ടായി. ഇതൊക്കെ പറയുന്നത് എനിക്ക് വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആയിക്കോട്ടെ എന്ന്, ചിലപ്പോൾ ഒരാളുടെ ജീവിതമല്ലേ, ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് തന്നെ നോക്കിക്കോളൂ, 1, 2, 3 കെട്ടുന്ന എത്രയോ വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ ജീവിതം ചിലപ്പോൾ ഒന്നിൽ കെട്ടി അത് ചിലപ്പോൾ നല്ല രീതിയിൽ പോയി കാണില്ല, രണ്ടാമത് കെട്ടി അത് നല്ല രീതിയിൽ പോയി കാണില്ല. എന്നിട്ട് ഇവർ തന്നെ ഈ സിനിമ കേരള എന്ന് പറയുന്ന ആ ചാനലുകാരെ തന്നെ പറയുന്നു ശങ്കരാടി പ്രണയിച്ചത് വൺ സൈഡ് ലവ് ആണ്. ഇന്ന് ശങ്കരാടിക്ക് മാത്രമേ അങ്ങോട്ട് പ്രണയം ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് ശങ്കരാടിയെ തേച്ചിട്ടാണ് കവിയൂർ പൊന്നമ്മ പോയി. ഇവർക്ക് തന്നെ ഒരു സ്ഥിരതയില്ല. ചിലപ്പോൾ വ്യൂസ് കിട്ടാൻ വേണ്ടിയാണോ ഇങ്ങനത്തെ തരത്തിലേക്ക് വാർത്തകളൊക്കെ ഇടുന്നത് എന്ന തരത്തിലേക്ക് തോന്നിപ്പോകും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ. അപ്പോൾ എമ്മോ ദേവസ്യ എന്ന് പറയുന്നൊരു മേക്കപ്പ് മാൻ അവരെ മേക്കപ്പ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ കച്ച കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയിലായിരുന്നു മേക്കപ്പ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കഴുത്തിന് താഴേക്ക് നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ ദേഹത്തിൻ്റെ കളറും ഇതിൻ്റെ കഴുത്തിൻ്റെ കളറൊക്കെ ഒരുപോലെയൊക്കെ ഇരിക്കണം. ഇതുവരെയുള്ള കളറൊക്കെ സെയിം ആയിട്ട് ഇരിക്കണം മേക്കപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ കച്ച അഴിച്ചിട്ടു, മാറിടം കാണിച്ചു എന്നുള്ള തരത്തിലേക്ക്, എന്ന് വെച്ചാൽ അവർ മേക്കപ്പ് ചെയ്യുമ്പോൾ എന്തായാലും മാറിടം വരെയൊന്നും മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കച്ച കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികം മനസ്സിലാവും ഇതുവരെ കച്ച കെട്ടി നിൽക്കും. അപ്പോൾ ആ ഒരു തരത്തിലല്ലേ മേക്കപ്പ് ചെയ്യത്തുള്ളൂ. തുണി അഴിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്തത്, ആ ഒരു തരത്തിലേക്കാണ് വിവരിക്കുന്നത്. അതൊക്കെ പറയുന്ന വ്യക്തിക്ക് തന്നെ ബോധമില്ലേ? അവിടെയൊക്കെ മേക്കപ്പ് ചെയ്യാനായിട്ട് എന്താണ് ഇരിക്കുന്നത്? കളറ് സെയിം ആവണം, സെയിം കളർ വേണം. കാരണം ഫേസിനും ബോഡിക്കും ഒരേ കളർ വേണം. അപ്പോൾ ഇതുവരെയല്ലേ കളർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുള്ളൂ. ആ ഒരു തരത്തിൽ അയാൾ പറയണ്ടേ? അത് മോശപ്പെടുത്തുന്ന രീതിയിലാണ് അതൊരു സംസാരവും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ആ വീഡിയോസ് വേണമെങ്കിൽ കണ്ടു നോക്കാം. ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ മോശമായിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരിപ്പോൾ ഒരുപാട് പടങ്ങളിൽ അമ്മ വേഷങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ
ഓരോരുത്തരുടെയും വ്യക്തികളുടെ, അതായത് സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകരുടെയും മനസ്സിൽ അവരൊരു അമ്മ വേഷത്തിലൂടെ അമ്മയായിട്ട് ഒന്ന് നിറഞ്ഞു അല്ലെങ്കിൽ ആ ഒരു സ്ഥാനമാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരെ ഒരു മോശപ്പെടുത്തുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവരെ ഒരു മോശമാക്കുന്ന തരത്തിലാണ് ഇങ്ങനത്തേക്കുള്ള വീഡിയോസ് പുറത്ത് വരുന്നത്. അവർക്ക് തന്നെ ഉറപ്പില്ല എന്താണ് എവിടെയാണ് പറയേണ്ടത്. പല പല വീഡിയോസ് ഉണ്ട് ആ ചാനലിൽ തന്നെ. ഒരുപാട് പേര് ഇങ്ങനത്തെ രീതിക്ക് തന്നെയാണ് അവർ പറയുന്നതും കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. വ്യൂസ് കൂടാൻ വേണ്ടി ഒരാളുടെ അവിഹിതവും അല്ലെങ്കിൽ ഒരാളുടെ പ്രണയവും ആ ഒരു രീതിക്ക് നിങ്ങൾ വാർത്തകൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് അതിനേക്കാളും മിണ്ടാതിരിക്കുന്നതാണ്. കാരണം അവർ മരിച്ചു കഴിഞ്ഞു, ഇനിയെങ്കിലും അവർക്ക് അവരെ പറ്റി മോശമായിട്ട് പറയാതിരിക്കും. അവർക്ക് അവരുടെ ഫാമിലീസ് എത്രയോ ആൾക്കാർ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് പോലും ഒരു വെറുപ്പ് തോന്നിക്കുന്ന ഒരവസ്ഥയിലല്ലേ നിങ്ങൾ ഈ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ദയവേത് ഇങ്ങനെയുള്ള ഒരു വാർത്തകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രമിക്കുക. ഓക്കെ.